കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ വ്യാപാര വ്യവസായ സമിതിയുടെ നറുക്കെടുപ്പ്. ലോട്ടറി നിയമത്തിന് വിരുദ്ധമായാണ് നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ നേതാക്കൾ നറുക്കെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജില്ലാ നേതൃത്വത്തിനെതിരെ പോലീസ് കേസെടുത്തത് ജനം TV കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. കരുതാപ്പള്ളി ഏരിയ, പിന്നെ ചാത്തന്നൂർ ഏരിയ, അങ്ങനെ ഈ രീതിയിൽ കൊല്ലം ഈസ്റ്റ് ഏരിയ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഏരിയ കേന്ദ്രങ്ങളിൽ പോയി നറുക്കുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആദ്യ നറുക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര ഏരിയയിലെ തന്നെ നറുക്ക് നമ്മുടെ പ്രസിഡന്റ് തന്നെ ഇടുകയാണ്. കൊട്ടാരക്കര ഏരിയയിലെ കുറച്ച് വലിയ കൊട്ടാരക്കര ഏരിയയിലെ എല്ലാ കൂപ്പണും ഈ ഏരിയയിലെ എല്ലാ കൂപ്പണും കൂടെ വേണം. കൊട്ടിയം ഏരിയയിലെ കൂപ്പണാണ്. ചടയമംഗലം ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ ടിക്കറ്റുകളും എം മനോജ് ചേരുകയാണ്. മനോജ്, എന്തൊക്കെയാണ് ഈ കാണുന്നത്? എവിടെയൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനമുണ്ടോ അവിടെ എല്ലാം സഖാക്കന്മാരുണ്ട്. അതായത് ഈ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഈ പാർട്ടി ഇല്ലാണ്ടായി പോയത് ഇങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെയും അവസ്ഥ ഇതാണ്. നോക്കൂ, ഓണം ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ മറ്റൊരു രീതിയിലുള്ള നറുക്കെടുപ്പ് നടത്തുകയാണ്. ഇത് നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? പറയൂ മനോജ്. തീർച്ചയായും ധനമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. CPM അനുകൂല സംഘടനയായിട്ടുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലാണ് 300 രൂപ ടിക്കറ്റ്, അതായത് ഓണം ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ 300 രൂപ ടിക്കറ്റ് ഇവിടെ വ്യാപകമായി വിറ്റഴിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ജില്ലാ ലോട്ടറി ഓഫീസറാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഈ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ലോട്ടറി പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഒന്നാം സമ്മാനം 10 പവൻ സ്വർണവും അതോടൊപ്പം തന്നെ കാറുകളും മൊബൈൽ ഫോണുകളും ഒക്കെ ഈ സമ്മാനമായി വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ വ്യാപാരി വ്യവസായി ജില്ലാ നേതൃത്വമാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. അതിൽ തന്നെ ഓരോ ഏരിയയുടെയും പേരുകളൊക്കെ വായിച്ചുകൊണ്ട് ആ നറുക്കെടുപ്പ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിയമവിരുദ്ധമായി, അതായത് ലോട്ടറി നിയമത്തിന് വിരുദ്ധമായാണ് ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കൃത്യമായും ഈ ലോട്ടറി ഓഫീസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ജനങ്ങളെ സർക്കാരിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ വിൽക്കുവാൻ ഇത് തടസ്സമാവുകയും സർക്കാരിന് ഇതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നുമൊക്കെ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കണം. എന്തായാലും നിലവിലിപ്പോൾ ഈ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സാധാരണയായി ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഈ ലോട്ടറി നിയമപരമായി വിൽക്കുവാനുള്ള അവകാശം സംസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ വിതരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് നിയമപരമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേ മാതൃകയിലാണ് ഈ ഒരു സംഘടന ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ധനമന്ത്രിയുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക്, അതായത് പോലീസ് കേസെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയിലേക്ക് പോകുമോ എന്നത് സംശയമാണ്. മനോജ്, വളരെ ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ നിയമവിരുദ്ധവുമായ ഈ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് മനോജാണ്. അതിനുശേഷമാണ് കേരളത്തിലെ മറ്റ് മീഡിയ ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും കൺഗ്രാജുലേഷൻസ് മനോജിന് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്.